ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമുക്കിന്ന് ചോക്ലേറ്റ് കേക്കുകൾക്കും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനും ഒക്കെ പറ്റുന്ന ഒരു നോർമൽ സ്പോഞ്ച് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതിനു വേണ്ടി 4 എഗ്ഗ് നമ്മൾ എടുക്കും. റൂം ടെമ്പറേച്ചർ വയ്ക്കുന്ന 4 എഗ്ഗ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ് ഇത് ഊറ്റി നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റോളം ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുക്കുന്നത്. അത് നമുക്ക് പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കാം, അല്ലാതെ തരിതരിയായിട്ടുള്ള ആ പഞ്ചസാര നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. അത് നമ്മളൊരു 2 വട്ടം 3 വട്ടമായിട്ട് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴേക്കും ആ മുട്ട നന്നായിട്ട് അത് പൊങ്ങി വരും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്ലോർ മിക്സിംഗ് ആണ്. ഫ്ലോർ മിക്സിങ്ങിന് വേണ്ടി 1 കപ്പ് മൈദ, ആ 1 കപ്പിൽ നിന്ന് നമ്മൾ 1/4 കപ്പ് എടുത്ത് മാറ്റും. ആ 1/4 കപ്പിലേക്ക് നമ്മൾ 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് 4 ഐറ്റവും കൂടെ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്ത ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കും. ഒരു 2-3 വട്ടം അത് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ മുട്ടയുടെ ആ മിക്സില്ലേ അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ പിന്നീട് ഇനിയും ബീറ്ററിൻ്റെ ആവശ്യമില്ല. പിന്നെ ബീറ്റർ ഉപയോഗിക്കുകയും ചെയ്യാം. ആ സമയത്ത് നമുക്കൊരു ഫസ്റ്റ് സ്പീഡിലിട്ട് വേണം ബീറ്റർ ഉപയോഗിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ആ മുട്ടയുടെ ആ മിക്സ് അങ്ങ് താന്ന് ഒത്തിരി പോവും. പിന്നീട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാലും കൂടി വേണം. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഫ്ലോറ് കുറേശ്ശായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 വട്ടം 3 വട്ടമായിട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊരു കട്ട പിടിച്ചു പോകും ആ മിക്സ്. അതുകൊണ്ട് ആദ്യം നമ്മൾ കുറച്ച് ഫ്ലോർ ഇട്ട് ശേഷം ആ മിക്സ് ഒന്ന് ഇളക്കുക. എഗ്ഗിൻ്റെ അകത്തോട്ടിട്ട് ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് പാലും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നീടും നമ്മൾ ആ മിക്സ് ഇടുക, കുറച്ച് പാൽ ആഡ് ചെയ്യുക. അങ്ങനെ ഒരു 2 ഘട്ടം 3 ഘട്ടമായിട്ട് അത് ആഡ് ചെയ്ത് ഫുള്ളൊന്ന് നമ്മൾ നന്നായിട്ട് അത് ഫോൾഡ് ചെയ്തെടുക്കുക. എടുത്ത ശേഷം ഒരു 8 ഇഞ്ചിൻ്റെ മോൾഡ് എടുത്ത് അതിലേക്ക് ഓയിൽ തൂത്ത് വെച്ച് നമ്മൾ ആ ഓയിൽ പേപ്പറിൻ്റെ അകത്തോട്ട് ഈ മിക്സ് അതിലേക്ക് ഊറ്റി കൊടുക്കുക. ഊറ്റിയ ശേഷം നമ്മൾ അതൊന്ന് 2-3 വട്ടം ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിലേ അത് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. ടാപ്പ് ചെയ്ത ശേഷം ആ ടൂത്ത് പിക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ച് വിടുക, അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുകയും ചെയ്യുക. അതിന് ശേഷം ഒരു 180 ഡിഗ്രി ഫ്രീ ഹീറ്റ് 10 മിനിറ്റ് നമ്മൾ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓവന്. ആ ഓവനിലേക്ക് നമ്മൾ ഈ മിക്സ് ഊറ്റി വെച്ച ശേഷം ഒരു 40 മിനിറ്റോളം 40 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കണം. 40 മിനിറ്റ് കഴിയുമ്പോൾ ആ കേക്ക് നന്നായിട്ട് വെന്ത് വരും. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് ആ കേക്ക് കിട്ടുകയും ചെയ്യും.